ഹായ് മക്കളെ, ഷമീം സാറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പഠിച്ചില്ലേ? എങ്ങനെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കോൺ അളക്കുക, പിന്നെ എന്താണ് കോണ്, അങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചില്ലേ? അതേപോലെ ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാട്ടോ പഠിക്കാൻ പോകുന്നത്. മക്കളെ ഇത് നോക്കിക്കേ, ഇവിടെ കണ്ടോ, രണ്ട് വരകൾ കൂട്ടിമുട്ടി ഒരു കോൺ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള അളവാണ് ആംഗിൾ, അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇത് നോക്കിയേ, അതേപോലെ ഇങ്ങനെ കോൺ കൂടി 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 ഇപ്പം നോക്കിക്കേ, ഇതൊരു നേരുള്ള ഒരു വരയില്ലേ, ഇതൊരു നേരുള്ള വരയില്ലേ. ഇതേപോലെ നേരുള്ള ഒരു വരയില് അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. അത് എത്ര ഡിഗ്രി ആയിരിക്കും? എന്നറിയോ? 180 ഡിഗ്രി ആയിരിക്കും. മക്കൾ കാണുന്നില്ലേ? ഇത് നോക്കിയേ, ഞാൻ ആ ആംഗിള്, ആ അളവ് വരച്ചത്, അടയാളപ്പെടുത്തിയത് ഇങ്ങനെ വലുതാക്കുകയാണ്. ഇത് വലുതാക്കിയപ്പോൾ നോക്കിയേ, ഇതൊരു ഹാഫ് സർക്കിൾ പോലെയല്ലേ, ഒരു പകുതി വൃത്തം പോലെയല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാന്നറിയോ? ഒരു നേരുള്ള വരന്റെ ആംഗിൾ 180 ഡിഗ്രി എന്ന് പറയുന്നതിന്റെ കൂടെ ഒരു ഹാഫ് സർക്കിള് 180 ഡിഗ്രി ആണെന്നും പറയാ. അപ്പൊ നമ്മൾ ഒരു ഹാഫ് സർക്കിൾ 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു. ഒരു വര സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിളും 180 ഡിഗ്രി ആണെന്ന് പഠിച്ചു അല്ലേ. അങ്ങനെയാണ് മക്കളെ. ഇത് നോക്കിക്കേ, ഹാഫ് സർക്കിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഇപ്പൊ നോക്കി, ഒരു ഫുൾ സർക്കിൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഫുൾ സർക്കിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഹാഫ് 180 ആണെങ്കിൽ ഫുൾ എന്തായിരിക്കും? 180 പ്ലസ് 180 ആയിരിക്കും അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 180 കൂട്ടിയാൽ എത്രയും 360 കിട്ടും. അപ്പോൾ ഒരു ഫുൾ സർക്കിള് 360 ഡിഗ്രി ആണെന്ന് നമുക്ക് പറഞ്ഞൂടെ. ഒരു ഫുൾ സർക്കിൾ ഇത് 360 ഡിഗ്രി ആണ്. അത് മക്കൾ പഠിച്ചോ? ഈ രണ്ട് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. മക്കൾ രണ്ട് വീഡിയോയിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട മിക്ക കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം മക്കൾ ഒന്നാമത്തെ വീഡിയോയും കൂടി കാണണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടോ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരും കൂടി പഠിച്ചാൽ നമ്മൾ കാരണമായിരിക്കില്ല അവർ പഠിച്ച്, അപ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടി കൂടും അല്ലേ. നമ്മൾ അവരെ സഹായിക്കില്ല പഠിക്കാൻ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോയിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ബൈ.